വഴി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് നിങ്ങളും ഇപ്പോഴത്തെ വിഭാഗവും എല്ലാം കൂടിച്ചേർന്ന നീക്കമല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? എന്താണ് CPIയും ജമാഅത്തെ ഇസ്ലാമിയുമുള്ള കോൺഗ്രസിന്റെ നിലപാട്? അവർക്ക് ഈ പാർട്ടികളുടെ നിലപാടുകൾ അറിയാത്തതാണ്. വലിയ നിങ്ങളുടെ ഭാഗമായി മാറാൻ അവർക്ക് കഴിഞ്ഞു. നോക്കൂ, ഈ കാര്യത്തിൽ എന്താണ് നേരത്തെയുള്ള മുസ്ലിം ലീഗ് നിലപാടുകൾ? ഞാൻ പ്രതിരോധം ഉണ്ടാകാതിരുന്ന ഘട്ടത്തില് BJP-യിലേക്ക് അന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കാരണം എന്താണ്? ഈ മുസ്ലിം കേന്ദ്രങ്ങളില് മുസ്ലിം സമുദായത്തെ ജനാധിപത്യപരമായി പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നിലപാടുകാരെ ആ നിലപാടാക്കുന്നത്. അപ്പൊ അതിനൊക്കെ കഴിഞ്ഞോടുകൂടിയായിരുന്നു എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ എടുക്കുമ്പോ സാധാരണഗതിയിൽ നമ്മള് പട്ടിക്ക് ഒരു പട്ടിക്ക് ഈ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കാണുന്നു. ഈ ഒരു നിലപാടുകാർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ മതനിരപേക്ഷ മുസ്ലിം ശബ്ദങ്ങൾക്ക് വലിയ റോളില്ല എന്നതാണ്. പക്ഷെ കേരളത്തിൽ അതല്ല. 92 ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ പോലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പിണറായി വിജയന്റെ ഈ നിലപാടുണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ അതിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നസറുദ്ദീൻ ഇളപ്പറുമായിട്ടും SDPയുടെ സംസ്ഥാന പ്രസിഡന്റായ അബ്ദുൾ മജീദ് ഫൈസിയുമായിട്ടും ഒക്കെ തന്നെയും PK കുഞ്ഞാലിക്കുട്ടി VT മുഹമ്മദ് ബഷീറും കൊണ്ടോട്ടി KTD സ്ലോട്ടില് രാത്രി ചർച്ച നടത്തിയത് CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ CCTV ദൃശ്യങ്ങൾ തന്നെ തനിയെ വന്നതല്ല മാധ്യമങ്ങളിലേക്ക്, അത് കൃത്യമായി ചോർത്തി കൊടുത്തിട്ടുള്ളതാണ്. അതായത് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നു എന്ന് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകാത്ത ഘട്ടത്തില് ഈ അത് അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാര രാഷ്ട്രീയത്തിലുണ്ട് എന്ന് കാണിക്കണം.
ആ നിലയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ഇതാണ് എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പോസ്റ്റ് കൗണ്ടിംഗ് അനാലിസിസ് നടത്തുന്നത്? ആ ഘട്ടത്തിൽ തന്നെ SDP പിന്തുണ പ്രഖ്യാപിച്ചത്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടിരുന്നു. അവരെ പ്രതിരോധം എന്നുള്ള നിലയിൽ പിടി സതീശൻ അടക്കമുള്ള നിലപാടുകൾ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെയും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ പൂർണ്ണമായി പോവുകയും മുസ്ലിം ലീഗിനേക്കാൾ ആത്മാർത്ഥമായും വാശിയോടും കൂടി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് ഇവരാണ്. അപ്പോഴാണ് മുഖം നഷ്ടമായോ എന്ന ചോദ്യം ഉയർത്തുന്നത്. ഇതിപ്പോ ചന്ദ്രിക പിണറായി വിജയന് മറുപടി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മുൻകൊടുക്കുന്ന മോദി എന്നതാണ്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു ചില വിഷയങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം എടുത്തിട്ടുണ്ട് എന്ന്. ചില വിഷയങ്ങളിലല്ല സ്മൃതി, വളരെ വ്യക്തമായി തന്നെ ഇടതുപക്ഷം ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് 2019 മുതൽ 2024 വരെയുള്ള എല്ലാ വർഗീയ നിലപാടുകൾക്കെതിരെയും കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുകയും മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യമാണ് CA അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ വന്നിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ്. നമ്മൾ നോക്കുക, ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ പോയി അവസാന ഘട്ടം വരെ സമരം ചെയ്തത് ആരാണ്? നോക്കൂ, കർഷക സമരത്തിന്റെ മുന്നണി പടയാളിയായിട്ട് ആദ്യം കാണുന്ന പതാക ചെങ്കൊടിയായിരുന്നു. നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൽ അതിന് ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്ന തുക വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദ്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ CPM-ന്റെ നിലപാട് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചതായാണ്. മുസ്ലിം വീടുകൾക്കിടെ ഈ പറയുന്ന ബുൾഡോസറുകൾ നേരിടുമ്പോൾ അതിനെതിരായിട്ട് അവിടെ ആദ്യം ഓടിയെത്തിച്ചത് इंडिया के पुराने इंडस्ट्री की दुनिया വിഭാഗം പാർട്ടിയായി മാറിയപ്പോഴും മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി എന്ന വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയായി മാറിയപ്പോഴും ഈ തന്ത്രപരമായ സഹകരണമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2016 സർക്കാരിന്റെ കാലഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ എന്തിനെ നിശബ്ദമാക്കാൻ അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇതിലിപ്പോ ഒഴിച്ചു വരികയാണെങ്കിൽ ഒരു അനന്തകാലിക മുന്നണിയായി മറുഭാഗത്ത് നീക്കം കൊള്ളുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കണം. ആ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മിക ജനാധിപത്യ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ നിലയാണ് വിമർശനം. നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളി പാർട്ടി നിലപാട് പറയുന്നത് സംസ്ഥാന സമിതിയുടെ അവലോകനത്തിന് ശേഷം MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. MV ഗോവിന്ദൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. SDP-ഐ അവരുടെ പാർട്ടിയുടെ പേര് തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ആ വോട്ടുകളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ളത് CPM-ന്റെ നിലപാടാണ്. അക്കാര്യത്തിൽ ഇന്നിപ്പോ ഈ തീവ്ര വർഗീയ ശക്തികൾ മറുവശത്ത് ഒരാളുകാരുടെ മുന്നണിയായി നോക്കുന്നതിനെതിരെ പ്രതികരിക്കുക. അത് വളരെ കൃത്യമായ വാക്കുകളിലേക്ക് നാളെ പ്രവാസികൾ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തുടരുന്നുണ്ടോ എന്ന നിലപാട് വ്യക്തമാക്കാൻ ബാധ്യതയാണ്. അല്ല ആയിക്കോട്ടെ, അതപ്പോ നിങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അടുത്ത രാഷ്ട്രീയ നിലപാട് അടുത്ത ഘട്ടത്തിൽ പറയുന്നതായിട്ട് നടക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള രാഷ്ട്രീയ പ്രതികരണം നടത്തി അദ്ദേഹത്തിന് നവോത്ഥാന സമിതി വെള്ളാപ്പള്ളി കുടുംബാംഗം ആയതുകൊണ്ടല്ല നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടുള്ളത്. നോക്കൂ, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര് എന്നത് അടിമലയിട്ട് പറയുന്നു. ഈ സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര് മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ആ മഹാനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP